8ാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കിയാൽ ലഭിക്കുന്ന ശമ്പള വർധനവ് കണക്കുകൂട്ടലാണ് സാമ്പത്തിക വിദഗ്ധർ. പ്യൂൺ മുതൽ ഓഫീസർമാർക്ക് വരെ ശമ്പളം കൂടുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ഫിറ്റ്മെന്റ് ഘടകം അടിസ്ഥാനമാക്കിയാണ് ശമ്പള വർധനവ്. ജീവനക്കാരന്റെ നിലവിലെ അടിസ്ഥാന ശമ്പളം കണക്കാക്കിയാണ് പുതിയ അടിസ്ഥാന ശമ്പളം ക്രമീകരിക്കുന്നത്. ഫിറ്റ്മെന്റ് ഘടകം കൂടിയാൽ ശമ്പളവും കൂടും. പണപ്പെരുപ്പം, ദൈനംദിന മേഖലയിലെ ശമ്പളം തുടങ്ങിയ നിരവധി ഘടകങ്ങൾ ഫിറ്റ്മെന്റിൽ പരിഗണിക്കും. കേന്ദ്ര ജീവനക്കാർക്കാകെ 18 ലെവലുകളാണുള്ളത്. എന്നാൽ ഓരോ ലെവലിലുമുള്ള ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളം വ്യത്യസ്തമാണ്. 7ാം ശമ്പള കമ്മീഷന്റെ ശുപാർശ പ്രകാരം അടിസ്ഥാന ശമ്പളം ഏകദേശം 18,000 രൂപയാണ്. 8ാം ശമ്പള കമ്മീഷൻ വരുമ്പോൾ ഗ്രൂപ്പ് ഡി ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളം ഏകദേശം 38,700 രൂപയാകും. അങ്ങനെ അവരുടെ ശമ്പളം 20,700 രൂപ വർദ്ധിക്കും. ക്ലർക്കുമാരെ ഗ്രൂപ്പ് സിയിലാണ് ഉൾപ്പെടുത്തുന്നത്. നിലവിൽ ഗ്രൂപ്പ് സി ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളം 29,200 രൂപയാണ്. 8ാം ശമ്പള കമ്മീഷന്റെ ശുപാർശ നടപ്പിലാക്കിയാൽ ക്ലർക്കുമാരുടെ ശമ്പളം 62,780 രൂപയായി വർദ്ധിക്കും. 2026 ജനുവരിയിൽ 8ാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കേണ്ടതായിരുന്നു. എന്നാൽ അത് നടപ്പിലാക്കാത്തതിനാൽ 1-ാം തീയതി മുതലുള്ള കുടിശ്ശിക ജീവനക്കാർക്ക് ലഭിക്കുമോ എന്ന കാത്തിരിപ്പിലാണ് ജീവനക്കാർ. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.